ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാറ്ററിങ്ങിൻ്റെ വർക്കൊന്നും ഞാൻ ഏറ്റെടുക്കലില്ലേനി. അപ്പോൾ ഇന്നൊരു വർക്കുണ്ട്, അത് ഏറ്റെടുത്തിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബിസിയിലേനി കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ വർക്ക് കുറേ ഉണ്ടായിനി, അപ്പോൾ ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ലേനി. അപ്പോൾ ഇത് സ്ഥിരം കസ്റ്റമറാണ്, അപ്പോൾ എന്തായാലും ഒരു ഒഴിവാക്കണേ അല്ല. അപ്പോൾ ഒരു 10:30 ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നീട്ടിങ്ങാണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കടായി നെയ്ച്ചോറാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചുകൊണ്ടാണല്ലോ കടായി വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മസാല പുരട്ടിങ്ങാണ്ടൊക്കെ തലേന്ന് വെച്ചിക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ ഇത് തലേന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ചിക്കനിൽ തൂവലുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ കടായി 4 കിലോനാണ്. അപ്പോൾ 2 കിലോ വേറെയും 2 കിലോ വേറെ, അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആക്കിയാണ്ട് വേണം. അപ്പോൾ ഞാൻ കടായി ഒരുമിച്ച് ഉണ്ടാക്കിയാണ്ട് പകുതി ആക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ 2-3 ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ചധികം തിരക്കിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെള്ളം നല്ലോണം ചോറ് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളകും പൊടി, പിന്നെ ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ടിക്കണ്, പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടിക്കണം. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഓർഡർ തരുന്നത് നമ്മൾ കെമിക്കലും കാര്യങ്ങളൊന്നും ചേർക്കണില്ല എന്ന് ഒരു വിശ്വസിച്ചിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തത്. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂണും, പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ വിനാഗിരി ഉണ്ടല്ലോ സുർക്ക, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൊത്തം 4 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ 2 കിലോ വീതം വേറെ വേറെ പാത്രത്തേക്ക് ആക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി അതൊക്കെ മസാലയൊക്കെ തേച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കണത്. ചായം കടയൊക്കെ ആദ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ചിക്കൻ പൊരിക്കാനൊക്കെ നിൽക്കണത്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കടായി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള, തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പും പുതിനയും ചെറിയുള്ളി നല്ലോണം പേസ്റ്റാക്കി അരച്ചതുണ്ട്, പച്ചമുളക്, ക്യാപ്സിക്കം, 3 കളറുള്ള ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ, അത് 3 എടുത്തേക്കണം. അതേപോലെ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടല്ലോ, അതും കുറച്ച് എടുത്തേക്കണം. അതൊക്കെ നല്ലോണം കട്ട് ചെയ്തുകൊണ്ട് വെച്ചേക്കണം. ഈ 4 കിലോ ചിക്കൻക്ക് 1/2 കിലോ ചെറിയുള്ളി നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെച്ചിക്കണ്. അതേപോലെ 2 കിലോ സവാളയും 1 കിലോ തക്കാളി എടുത്തേക്കണം കേട്ടോ. സവാള പിന്നെ നമ്മൾ ഇതിൽ തന്നെ തൈരിക്കും അതേപോലെ നെയ്ച്ചോറ്റക്ക് പൊരിച്ച് കോരാനൊക്കെ ഇന്ന് തന്നെ എടുത്തേക്കാണ്. പിന്നെ സ്പ്രിംഗ് ഒണിയനും ഇതൊക്കെ പിന്നെ കുറച്ച് അങ്ങനെ എടുത്തേക്കാണ്. അങ്ങനെ ഇതൊക്കെ
പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ അതിന് കുറച്ച് ഞാൻ കോരി മാറ്റിയിരിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ, വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്തത് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഇതിൽ കടന്നുകൊണ്ട് നല്ലോണം വാടി വരട്ടെ. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തലേന്ന് തന്നെ വിറകൊക്കെ അകത്തേക്ക് എടുത്തേക്കും കേട്ടോ. ഇന്നലെ അതൊന്നും എടുത്തേക്കാൻ ഞാൻ മറന്നിക്കണം. നേരം വെളുക്കാതെ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ. അപ്പം നേരം വെളുത്തപ്പോൾ പിന്നെ വിറകൊക്കെ എടുത്ത് അടുപ്പൊക്കെ കത്തിച്ചങ്ങാണ്ട് പിന്നെ അടുപ്പത്തേക്ക് ചട്ടി മാറ്റി വെച്ചു. പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ചിട്ട് കൊടുത്തു. ഇനി തക്കാളി കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കണം. കാരണം ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുത്തു. പച്ചമുളക് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അത് അങ്ങനെ അതിൽ കടന്ന് വെന്തോട്ടെ എരിവിന്. പിന്നെ കുരുമുളകും മുളകും പൊടിയൊക്കെ ചേർക്കണുണ്ടല്ലോ. പച്ചമുളക് ഇങ്ങനെ കീറാതെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. പിന്നെ മെയിനായിട്ട് ഇതൊക്കെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതൊക്കെ പിന്നെ കടായി ആകുമ്പോൾ നല്ലോണം ഗ്രേവി വേണമല്ലോ. ഒരു പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ, നല്ലോണം നെയ്ച്ചോറുമാണ്, നല്ലോണം ഗ്രേവി വേണം കേട്ടോ എന്ന് പറഞ്ഞേക്കണ്. പിന്നെ അത്യാവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുത്തേക്കണം ചെറിയ ഉള്ളിയൊക്കെ. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ 2 ടേബിൾ സ്പൂണ് മുളകും പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 5-6 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഗരം മസാല 2 ടീസ്പൂണ്, കുരുമുളക് 2 സ്പൂണ്, അതൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതൊക്കെ ചെറിയ ജീരകവും വലിയ ജീരകവും ഉണ്ടല്ലോ, രണ്ടും പാടെ മിക്സ് ചെയ്തുകൊണ്ട് നല്ലോണം പൊടിച്ചുകൊണ്ട് അതും കുറച്ചിട്ട് കൊടുത്തേക്കണം. പിന്നെ കളറിന് കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്ത്, അതേപോലെ കളർ ചേർക്കണില്ലല്ലോ, അപ്പോൾ അത്യാവശ്യത്തിന് മുളക് പൊടി ഇട്ടെടുത്തേക്കണം. കാരണം എരിവ് ഉണ്ടാവില്ല അതിന്. പിന്നെ ഇതൊക്കെ വേണ്ടത് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇത് 3ഉം ചേർത്ത് കൊടുത്തേക്കണേ. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ചില്ലി സോസ് അത് ചെറിയൊരു ബോട്ടിലാണ്, അത് ഫുള്ളും ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയനും ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. പകുതി പിന്നെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. പിന്നെ അത് കൊഴിച്ചെടുത്തത് ചുടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിയിൽ വേണമല്ലോ, നെയ്ച്ചോറ്റക്ക് കുറച്ച് കറി വേണമെന്ന് ഒരു പറഞ്ഞതാണ്, കുറച്ച് ഗ്രേവിയിൽ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി പാത്രം പോരാന്ന് കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ഈ ഉരുളിയിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് ഇളക്കി മറിച്ചെടുക്കാൻ എനിക്ക് കഴിയണില്ല. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലിട്ടിക്കണ്, അതൊന്ന് അരച്ച് ചേർക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതും ഇട്ട് കൊടുത്ത്. അങ്ങനെ നമ്മളെ ഉരുളിയിൽ നിന്ന് വേറെ പാത്രത്തേക്കൊക്കെ ഒഴിച്ച് കൊടുത്ത്. പിന്നെ പുളിക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തേക്കണം. ഇതിലാകുമ്പോൾ നമുക്ക് ഇളക്കി മറിക്കാൻ കഴിയുമല്ലോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മാറ്റണ്ട വിചാരിച്ചങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ടോ. ഒരു പാത്രം മാറ്റണമെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ കൈകണ്ട വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിന്ന്, പിന്നെ ശരിയാവില്ലാന്ന് തോന്നിയപ്പം മാറ്റി കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ RKGൻ്റെ നെയ്യും ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതൊക്കെ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടിയും കറി ഇങ്ങോട്ടൊന്ന് കുറുകി വരും. അണ്ടിപ്പരിപ്പ് ഒഴിക്കണത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ കടായി റെഡിയാവും. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം.
നെയ്ച്ചോറും ചിക്കൻ കടായൊക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പത്തെയും പോലെ എന്താ പറയുക, നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പാത്രം ചെമ്പ് കൊടുക്കണം കൊണ്ടുപോകലാണല്ലോ. ഇതിപ്പോൾ നമ്മൾ പാക്കാക്കി കൊടുക്കാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ 3 കവറിലായിട്ട് ചോറും 2 കവറിലായിട്ട് ചിക്കൻ കടായൊക്കെ ആക്കി കൊടുത്തു. ഇങ്ങനെയാകുമ്പോൾ എന്താ പറയുക, കൊണ്ടുപോകാൻ സുഖമാണ്. കാരണം പിന്നെ ആ പാത്രം അവർ ഇങ്ങോട്ട് എത്തിക്കും വേണ്ട. മറ്റേതാകുമ്പം ചെമ്പൊക്കെ വണ്ടിയിൽ കയറ്റാൻ അതും ഗതികേടാണ്. പാത്രമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരും വേണം. ഇത് പിന്നെ ഇങ്ങനെ മതിയെന്ന് അവർ പറഞ്ഞു. നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഇതിങ്ങനെ പാക്കാക്കണം. അങ്ങനെ ചമ്മന്തിയും തൈരും ഒക്കെ റെഡിയാക്കി എടുത്തിക്കണം. അപ്പോൾ 10:30 ആയിക്കണം കേട്ടോ. അപ്പോൾ ഓട്ടോ പറഞ്ഞയച്ചിരിക്കണം അവർ. അപ്പോൾ ഓട്ടോയിൽ കയറ്റി വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കവറിലാക്കി കണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ 2 കേക്കും കൊടുക്കാണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി കണ്ട് അതും കൊടുക്കട്ടെ. അപ്പോൾ ഈ കേക്ക് നമ്മൾ ഹൈഫാസ് കിച്ചൺ ഉണ്ടല്ലോ, റസീന മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കേക്കാണ്. ഐഫയാണ് ഓളെ കുട്ടിൻ്റെ പേര്. ഓളെ ചാനലിൻ്റെ പേരും ഹൈഫാസ് കിച്ചനാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.